കരിവളയിട്ട കുഞ്ഞിക്കൈയിലൊരു മുത്തം നൽകി നെഞ്ചോട് ചേർത്ത് കാതിനിമ്പമാർന്നൊരു താരാട്ടുമൂളി തന്റെ പൊന്നോമനയെ വാത്സല്യത്തോടെ മെല്ലെ ഉറക്കേണ്ട ഒരമ്മ പകരം നോട്ടുകെട്ടുകളുടെ കനം നോക്കി തന്റെ കുഞ്ഞിനു വേണ്ടി വിലപേശുന്നു. പണത്തിനായി വിറ്റഴിക്കാനുള്ള വെറും വസ്തുവായി മാത്രം ഒരു പിഞ്ചു കുഞ്ഞിനെ മാറ്റുകയാണിവർ. ഇതാണ് മോള്. ജസ്റ്റ് ഞങ്ങൾ കിട്ടുന്ന കൂട്ടാണ്. യാതൊരു അസുഖങ്ങളോ കംപ്ലൈൻറ്റുള്ള അല്ല. ഇത് 1,00,000 കുറയത്തില്ലേ? അത് അതെങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഗതി കൊടുത്തതുള്ള ഞങ്ങൾ മനസ്സോടല്ല കൊടുക്കുന്നത്. എങ്കിൽ തന്നെ സ്നേഹത്തിൽ കൊടുക്കണം. ഇതൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിക്കിടക്കുന്ന സാധ്യതയില്ല. പിന്നെ ഒന്ന് പറഞ്ഞാൽ 3 പെൺകുട്ടി ഒന്ന് ഇവിടെ സ്കൂളിൽ വെച്ച് ഞങ്ങൾ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെ വേറെന്ന് പറഞ്ഞാൽ ഇവിടെ ബോഡി നിന്ന് പഠിക്കുന്നു. ബോഡി കണ്ടു വെച്ചാൽ ഒരു പെണ്ണിനെ കൊടുത്തു. അതും പെൺകുട്ടിയാണ്. ഒരു ആൺകുട്ടിയെ നമ്മൾ ഉടനെ കൊടുക്കും. പിന്നെ ഈ കയറിക്കിടകളെല്ലാം നമ്മൾ ഈ 3 പെൺകുട്ടിയെ വളർത്തുന്നത് അതൊരു സത്യത. അല്ലെങ്കിൽ ആരെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ദിവസങ്ങളൊക്കെ ഉള്ള ചെയ്യിച്ച കുട്ടിയായിട്ട് ഇന്നിപ്പോൾ നമ്മൾ അടുത്ത് അവിടെ മാറിയേക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സംബന്ധിച്ച് വിഷയമാവുള്ളൂ. ആ മരുന്ന് നമ്മളെ എന്താ ഉദ്ദേശം ഒന്ന് കയറി അതെന്തോടാ ഇപ്പോഴേ കൊടുക്കാൻ പറ്റില്ല. മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുട്ടിയുമുള്ള ഈ ദമ്പതികളുടെ മൂത്ത കുട്ടിയെ പുനലൂരിലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നൽകിയിരിക്കുകയാണ് എന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചവർക്കെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. പെൺകുഞ്ഞിനെ അമ്മത്തൊട്ടിലിന് കൈമാറും. 28 വയസ്സുള്ള സിന്ധു എന്ന് പറഞ്ഞൊരു സ്ത്രീയും അവരുടെ ഭർത്താവ് മോഹനും അവർക്കാകെ ഉണ്ടെങ്കിൽ 4 കുട്ടികളാണുള്ളത്. 3 പെണ്ണും ഒരു ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇളയ കുട്ടി 6 മാസം പ്രായം. അത് കഴിഞ്ഞ് ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ 2009 ക്രിസ്മസ് ദിനത്തിൽ പ്രസവിച്ച കുട്ടികളെന്നാണ് പറയുന്നത്. അപ്പം അതിനെ എല്ലാ റെക്കോർഡ്സും ഒക്കെ കാണിച്ചതിന് ശേഷം ഇതിനെ ഈ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഫോക്സ് ടിവിയുടെ 2 സ്റ്റാഫാണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അനുസരിച്ച് അവർ അത് ഓപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അങ്ങനെ നമ്മുടെ പുല്ലൂർ TV ജംഗ്ഷനിലെ TV കോമ്പൗണ്ടിനകത്ത് പിന്നെ അവർ വന്ന സമയത്താണെങ്കിൽ നമ്മൾ പോയി പിടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് കൊടുക്കുന്നതെന്നാണ്. പക്ഷേ എന്നാലും ഈ പോലീസിൻ്റെ കണ്ണിലും നിയമത്തിൻ്റെ കണ്ണിലും ഇതൊരു കുറ്റം ആയതുകൊണ്ട് ഇവരെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അച്ഛനും അമ്മയും പ്രതിയാക്കി പിന്നെ അവർ കോടതി കൊടുക്കുന്നതായിരിക്കും. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ചൈൽഡ് ആൻഡ് കെയർ സെൻ്ററിലേക്ക് കുഞ്ഞിനെ CJMലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് മാത്രം. ഇനിയെങ്കിലും നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ വിറ്റഴിക്കപ്പെട്ട് സമൂഹത്തിന് കൂടുതൽ വേദനകൾ പകർന്നു നൽകാൻ ഇടവരുത്താതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്.